ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തേക്കാൾ വളരെ വിസ്തൃതമായിരുന്നു, അല്ലെങ്കിൽ വളരെ വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ഷാലമീൻ്റെ പശ്ചിമ റോമാ സാമ്രാജ്യം. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ഒരു സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ പേരിലാണ് ഈ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത്? അന്നുണ്ടായിരുന്ന കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായിട്ടുള്ള ലൊംബാർഡുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം ആക്രമിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ സ്ഥിരമായി ശല്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പോപ്പ് ലിയോ മൂന്നാമനെ സഹായിച്ചത് ഷാലമീനായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാലമീൻ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ പോപ്പ് ലിയോ മൂന്നാമൻ വിശുദ്ധ റോമ ചക്രവർത്തി എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു കിരീടം അണിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തന്നെ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഷാലമീൻ്റെ ഒരു ലൈഫ് സ്കെച്ച്, അല്ലെങ്കിൽ ഷാലമീൻ എങ്ങനെയുള്ള ആളായിരുന്നു, ഷാലമീനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ അദ്ദേഹം വളരെയധികം സമർത്ഥനായിട്ടുള്ള ഒരു യുദ്ധവീരനായിരുന്നു, നല്ല കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, വളരെ കാര്യക്ഷമതയോടുകൂടെ ഭരണത്തെ കണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ രാജ്യം വളരെ വിശാലമാക്കാനും തൻ്റെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളെക്കാൾ സാമ്പത്തികമായും അതുപോലെ രാഷ്ട്രീയമായും മേൽക്കൈ നേടുന്നതിന് വേണ്ടി അദ്ദേഹം ധാരാളം രാജ്യങ്ങളെ, തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളൊക്കെ ആക്രമിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും ഒക്കെ തൻ്റെ സാമ്രാജ്യത്തെ വളരെയധികം വിശാലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രാദേശിക ഭരണം നടത്താൻ വേണ്ടി അദ്ദേഹം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ഈ കൗണ്ടുകൾ വളരെ കൃത്യമായി ഭരണം നടത്തുന്നുണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിക്കാനും രഹസ്യമായി അവ നോക്കാൻ വേണ്ടി കൗണ്ടുകളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും മിസേ ഡൊമിനിസി എന്ന് പറയുന്ന ഒരു രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. കൃത്യമായിട്ട് സ്പൈ വർക്ക് നടത്തി കൃത്യമായിട്ട് ഇവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും ഇവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും മിസേ ഡൊമിനിസിയെ ഇദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഷാലമീൻ സാധുജനങ്ങളെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ഷാലമീൻ്റെ നേതൃത്വത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും വൈജ്ഞാനിക രംഗത്ത് ഒരു പുനരുദ്ധാനം തന്നെ ഉണ്ടാക്കാൻ ഇത് സഹായകമായി. ഈ വൈജ്ഞാനിക രംഗത്ത് ഷാലമീൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് വൈജ്ഞാനിക രംഗത്തുണ്ടായ ഈ ഒരു പുനരുദ്ധാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിലാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ഷാലമീൻ്റെ മരണശേഷം ഈ ഒരു ഫ്രാങ്കിഷ് സാമ്രാജ്യം പരിപൂർണമായിട്ടും തകർന്നടിയുകയാണ് ഉണ്ടായത്.